എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റു ക്വിസ് മത്സരങ്ങളിലും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അപ്ഡേറ്റുകളും മറ്റ് കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ നിങ്ങൾക്കായുള്ള ഒരു ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായി കമൻറ്റ് ബോക്സിൽ ഉത്തരം ചെയ്യുന്നത് വഴി നിങ്ങളുടെ പേര് വിജയിയായി കമ്മ്യൂണിറ്റി ടാബിലും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ചാനലിലും പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണ്? ശരിയായ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത്? ഉത്തരം 1908. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം ജില്ലയിലാണ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്ത്? ഉത്തരം കായി അബ്ദുറഹ്മാൻ പിതാവും അതോടൊപ്പം തന്നെ കുഞ്ഞാത്തുമ്മയാണ് അദ്ദേഹത്തിൻ്റെ മാതാവ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഉത്തരം ഫാബി ബഷീർ അല്ലെങ്കിൽ ഫാത്തിമ ബീവി എന്നും അവർ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. അത് 1942 പ്രകാശനം ചെയ്തത്. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? ഉത്തരം P.A. ബക്കർ. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം അനീസ് അൻവർ. 2017 ഈ ചിത്രം റിലീസ് ചെയ്തത്. അടുത്ത ചോദ്യം, ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. അടുത്ത ചോദ്യം, മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം സർപ്പയജ്ഞം. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി? ഉത്തരം ശബ്ദങ്ങൾ. ഒന്നുമൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ബാല്യകാല സഖിയിലാണ് ഒന്നുമൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഉള്ളത്. അടുത്ത ചോദ്യം, മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാല സഖി. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം E.M. അഷ്റഫ്. അടുത്ത ചോദ്യം, ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഒന്നാമതായി ഭാർഗവി നിലയം, അടുത്തത് ബാല്യകാല സഖി. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണി അമ്മയാണ്. അടുത്ത ചോദ്യം, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ പേര് എന്ത്? ഉത്തരം മതിലുകൾ എന്ന സിനിമയിലാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഭാർഗവി നിലയം. ബഷീറിൻ്റെ തിരക്കഥയായ ഭാർഗവി നിലയം ചലച്ചിത്ര സംവിധാനം ചെയ്തത് ആര്? ഉത്തരം A. വിൻസെൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പ്രസിദ്ധനായ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. അടുത്ത ചോദ്യം, ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെ? ഉത്തരം ശശികുമാർ 1967 പ്രമോദ് പയ്യന്നൂർ 2014 സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? അത് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറാണ് ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത്. അടുത്ത ചോദ്യം, ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1970.
ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം 1981. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോൾ? ഉത്തരം 1994 ജൂലൈ 5. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ്. അടുത്ത ചോദ്യം, വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഇന്റുപ്പാപ്പക്കൊരാനയുണ്ടായിരുന്നു എന്ന കൃതിയിൽ നിന്നാണ് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം എടുത്തത്. അടുത്തത്, തൻ്റെ കുടുംബം വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ. ഉത്തരം പാത്തുമ്മയുടെ ആട് എന്നതാണ്. അടുത്തത്, മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കഥ ഏത്? ഉത്തരം തേന്മാവ്. അടുത്തതായി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഇവിടെ ചിത്രം നിങ്ങൾക്ക് ഒരു സൂചനയായി നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരെ കമ്മ്യൂണിറ്റി ടാബിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാനലിലും വിജയികളായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി. ഉത്തരം നേരും നുണയും. തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. അത് ആരാണ്? ഉത്തരം MP പോൾ. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേര്. ഉത്തരം ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം, ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? ഉത്തരം 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. ബഷീറിനു ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ഉത്തരം പത്മശ്രീ അവാർഡ് 1982 ലഭിച്ചത്. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തി. ഏതാണ് മരം? ഉത്തരം മാംഗോസ്റ്റിൻ എന്ന മരമാണ്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ. ഉത്തരം പ്രേം പാറ്റ എന്ന നോവലാണ് ബഷീറിൻ്റെ മരണശേഷവും പ്രസിദ്ധീകരിച്ച നോവൽ. അടുത്ത ചോദ്യം, സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയാണ്. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ MK സാനു. ഉജ്ജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യസമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം ഏത്? ഉത്തരം പ്രഭ എന്നതാണ് ബഷീർ പത്രങ്ങളിൽ എഴുതാൻ സ്വീകരിച്ച തൂലികാ നാമം. അടുത്ത ചോദ്യം, ജീവിതത്തിൽ നിന്നും പറിച്ച ചീന്തിയ ഒരേടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. അടുത്ത ചോദ്യം, ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ഗ്രന്ഥം? ഉത്തരം ചെവി ഓർക്കുക അന്തിമ കാഹളം. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം MA റഹ്മാൻ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോയുടെ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വിജയികളെ അല്പദിവസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.